ഇങ്ങോട്ടൊന്ന് വാ കുഞ്ഞെ. എത്ര നേരമായി എന്നെ ഓൺ ചെയ്ത് വെച്ചിട്ട്. കഴിഞ്ഞ കുറെ കൊല്ലമായി ഇതാണ് എന്റെ സ്ഥിതി. തേഞ്ഞ് ഞാൻ നശിക്കുന്നതിലല്ല എന്റെ ദുഃഖം. എന്തോരം വൈദ്യുതിയാ വെറുതെ പാഴാക്കി കളയുന്നത്. ഇങ്ങോട്ട് എന്റെ കാര്യം അതിലും ഗതികേടാ. ഞാൻ ജനിച്ചത് 1970 എനിക്ക് ശേഷം എത്ര തലമുറകൾ വന്നു. എന്നിട്ട് എന്നെ ഇവർ ഇപ്പോഴും കൊല്ലാക്കൊല ചെയ്യുകയാണ്. ഞാനാണെങ്കിലും എത്ര കാലമായി വിഴുപ്പലക്കി ഇവിടെ കഴിയും. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹാർട്ട് അങ്ങ് നിൽക്കും. എവരെടുത്തോണ്ട് പോയി നന്നാക്കി വയ്ക്കും. ഇനി എത്ര കാലം കൂടിയാണോ എന്തോ. എൻ്റെ ദൈവമേ, എത്രയും പെട്ടെന്ന് എന്നെ അങ്ങ് എടുക്കണേ. മടുത്തു ഈ ജീവിതം. കുഞ്ഞെ, ഒന്നിങ്ങോട്ട് വാ. ശ്വാസം മുട്ടി ഞാനിപ്പോൾ ചത്തുപോകും. എന്തും വാരി നിറയ്ക്കാവുന്ന ഒരു പത്തായമായി ഞാനിപ്പോ. 6 മാസമായി വച്ചിരിക്കുന്ന ജിലേബി വരെ ഇതിലുള്ളിലുണ്ട്. വാങ്ങിയ അന്ന് മുതൽ എന്നെ ഓഫ് ചെയ്ത ഓർമ്മയെ എനിക്കില്ല. റബ്ബർ വീടിങ്ങിലുള്ള ദ്വാരം മൂലം എന്തുമാത്രം വൈദ്യുതിയാണ് ഞാൻ പാഴാക്കുന്നത്. ഇതാരും മനസ്സിലാക്കുന്നില്ല. വല്ലപ്പോഴുമെങ്കിലും പവർ കട്ടുള്ളതാണ് ഏക ആശ്വാസം. ഈ അടുക്കളയില് എന്നെ കൊണ്ടുവരേണ്ട വല്ല കാര്യവുമുണ്ടോ? ഇത്രയും കാലം ഞാൻ പാഴാക്കി കളഞ്ഞ വൈദ്യുതിക്ക് എന്തുമാത്രം വിലയുണ്ടെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? അവിടെ അല്ല, എങ്ക് പുറത്താ. പലതവണ ഞാൻ ഉരുകിപ്പോയിട്ടും എന്നെ റിപ്പയർ ചെയ്യുന്നതല്ലാതെ പുതിയൊരു മോട്ടോർ വാങ്ങുന്നത് ഇവരാലോചിക്കുന്നേയില്ല. അതുകൊണ്ട് എന്തുമാത്രം വൈദ്യുതിയാ പാഴായി പോകുന്നത്. മോളെ, സമയം ഒരുപാടായി. ഇറങ്ങു കുട്ടി. ദാ വരുന്നമ്മേ. എല്ലാം എടുത്ത് നിന്റെ പുറകെ കൊണ്ടുവന്ന് തരണമല്ലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്നൊരു വിചാരമില്ല. രാത്രി 12 മണി വരെ പടവും വരച്ചോണ്ടിരിക്കും. പിന്നെ എങ്ങനെ നേരത്തെ എണീക്കാൻ പറ്റും? മാർക്കിങ് വരട്ടെ, വച്ചിട്ടുണ്ട്. കൊള്ളാം, അവൾ പടം വരയ്ക്കുന്നോണ്ട് നിനക്കെന്താ? അവൾ നന്നായി പഠിക്കുന്നുണ്ടല്ലോ. ബൈ മുത്തശ്ശി. അമ്മ, ഞാൻ പോയിട്ട് വരാം. സേതുലക്ഷ്മി, നിക്ക്, ഞങ്ങളും വരുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ലോക പരിസ്ഥിതി ദിനം പോലെ, ലോക ഭൗമ ദിനം പോലെ, ലോക ആരോഗ്യ ദിനം പോലെ ലോകം ഇന്ന് ഡിസംബർ 14 ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നു. ഈ ദിവസം പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളെല്ലാവരും വലിയൊരു പ്രതിസന്ധി നേരിടാൻ പോകുകയാണ്. ആ വിപത്തിനെ ഒഴിവാക്കാനായി നമുക്കൊരു പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. ഞാൻ എന്റെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഐക്യത്തോടും അഖണ്ഡതയോടും കൂടി പ്രവർത്തിക്കുമെന്നും പുരോഗതിയുടെ അടിസ്ഥാനമായ ഊർജത്തെ അമൂല്യമായി കരുതുമെന്നും ഇന്നു മുതൽ ഊർജ സംരക്ഷണ യജ്ഞത്തിൽ
തീവ്രമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ഊർജനഷ്ടം കുറച്ചുകൊണ്ടും ദുർവിനിയോഗം തടഞ്ഞുകൊണ്ടും ഉപഭോഗം പരിമിതപ്പെടുത്തിക്കൊണ്ടും പുതിയ ഊർജ ഉറവിടങ്ങൾ അനുയോജ്യമായി ഉപയോഗിച്ചുകൊണ്ടും ഊർജം സംരക്ഷിക്കാൻ ഞാൻ അതീവ ജാഗ്രത പാലിക്കുന്നതായിരിക്കും. ഊർജ സംരക്ഷണ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഇന്നു മുതൽ എന്റെ ദൗത്യമായിരിക്കുമെന്നുകൂടി ഞാൻ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ജയ് ഹിന്ദ്. ഈ മുറിയിലെ പ്രകാശം എവിടെ നിന്ന് വരുന്നു? ട്യൂബിൽ നിന്നും. ഈ പ്രകാശം പെട്ടെന്നില്ലാതായാൽ എന്ത് സംഭവിക്കും? നമുക്കൊന്ന് നോക്കാം. അജിത്, അതടയ്ക്കൂ. മോളെ, അതടച്ചോളൂ. അപർണ, അതടയ്ക്കൂ മോളെ. ശരി ടീച്ചർ. ഈ മുറിയിലെ പ്രകാശം കുറച്ചു സമയം ഇല്ലാതായപ്പോഴുള്ള അവസ്ഥ മനസ്സിലാകുന്നുണ്ടല്ലോ. ഒന്നും കാണാൻ കഴിയുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല. പൂർണ്ണമായും നമ്മൾ അന്ധകാരത്തിലിരിക്കുകയാണ്. നാളെ മുതൽ സൂര്യൻ ഉദിക്കാതായാൽ ഈ ലോകം തന്നെ അന്ധകാരത്തിലാകും. അപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? വെളിച്ചമില്ല, കാറ്റില്ല, മഴയില്ല, ഭക്ഷണമില്ല. ഈ ഭൂമി തന്നെ നശിക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിന് ഇനിയെങ്കിലും നാം പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ടീച്ചർ? സാധിക്കും. നമുക്ക് മാത്രമേ പരിഹാരം കാണാൻ കഴിയൂ. നമ്മൾ ഭൂമിയെ സംരക്ഷിക്കണം. ഭൂമിയും സൂര്യനും അവരാണ് നമ്മുടെ അച്ഛനും അമ്മയും. സന്താപനാശകരായ നമോ നമഃ. അന്ധകാരാന്ധകാരായ നമോ നമഃ. മുത്തശ്ശി, സൂര്യൻ ദൈവമാണോ? നല്ല ചോദ്യം മോളെ. സൂര്യൻ നമ്മുടെ കാണപ്പെട്ട ദൈവമല്ലേ? സൂര്യഭഗവാൻ നമ്മുടെ കർമ്മസാക്ഷിയായിട്ട് നിൽക്കുകയാണ്. 7 കുതിരയെ പൂട്ടിയ തേരിലാണ് ഭഗവാൻ എഴുന്നള്ളുന്നത്. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ സാരഥി ആരാണെന്ന് അറിയാമോ മോൾക്ക്? കർണനാണ്. കർണൻ ഗരുഡ ഭഗവാന്റെ സഹോദരനും കൂടിയാണ്. ശ്രീരാമന്റെ വംശം ഏതാണ്? രഘുവംശം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യവംശം തന്നെയാണ് കേട്ടോ. ഒരിക്കലും നശിക്കാത്തൊരു പാത്രമാണ് അക്ഷയപാത്രം. അത് കൊടുത്തതും സാക്ഷാൽ സൂര്യഭഗവാനാണ്. ഗായത്രി മന്ത്രം പറഞ്ഞ് ഭഗവാനെ ആരാധിച്ചാൽ നമുക്കെല്ലാം സമാധാനം കിട്ടുമെന്നാണ് വിശ്വാസം. ആരോഗ്യം, ഐശ്വര്യം എല്ലാം ഒരു കുടുംബത്തിനുണ്ടാവണമെങ്കിൽ നമ്മൾ സൂര്യപൂജ നിശ്ചയമായും നിത്യേന ചെയ്തേ മതിയാവൂ. ബാക്കിയുള്ള ഒരുപാട് കഥകളുണ്ട് മോളെ പറഞ്ഞു തരാനായിട്ട്. അതൊക്കെ വിശദമായും പറഞ്ഞു തരാം. ശരി മുത്തശ്ശി. ചിന്താമഴേ ചിദാനന്ദായതേ നമഃ. നിഹാരനാശകരായ നമോ നമഃ. ഭയപ്പെടണ്ട. നീ വരച്ച സൂര്യൻ തന്നെയാണ് ഞാൻ. ഞാനാണ് ഈ ഭൂമിയുടെ കാവൽക്കാരൻ. കോടാനുകോടി കൊല്ലങ്ങളായി കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനാണ് ഭൂമിക്ക് ഊർജം നൽകി സർവ്വ ജീവജാലങ്ങളെയും പരിപാലിക്കുന്നത്. ഞാൻ ഉറങ്ങുകയോ വിശ്രമിക്കുകയോ ചെയ്യുന്നില്ല. എന്നും എപ്പോഴും പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്. സൂര്യന്റെ കിരണങ്ങളിലൂടെ ഏതോ ഒരു ചൈതന്യം പ്രവഹിക്കുന്നുണ്ട്. എനിക്ക് ആ ചൈതന്യത്തെ കൂടുതൽ അറിയണം.
സ്വസ്തി ഹേ സൂര്യതേ സ്വസ്തി. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ചിവിടെ. ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചു ഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം. പൂവുകളിൽ അടിവച്ചു പുഴകളിൽ നീരാടി പുളിനഹരിതങ്ങളിൽ തളികകൾ നിറച്ചു. കിളിമൊഴികളാൽ സ്വരജതികൾ ഉരുവിട്ടു കുളിരിൻ്റെ കുടമൂതി. തെങ്ങിൻ്റെ തിരുജടയിൽ ഇളനീരൊളുപ്പിച്ചു. കദളിയുടെ ഒരു മുലക്കൂമ്പുകൊണ്ടൊന്നല്ല 10 മണ്ണിൻ്റെ ഉണ്ണികളൊക്കെ അമൃതൂട്ടുവാൻ പട്ടിൻ്റെ പോളകൾ തെറുത്തേച്ചി നിൽക്കുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം. നന്നായിട്ടുണ്ട്. കവിതകളിലും കഥകളിലും പുരാണങ്ങളിലും മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ സൂര്യനാണ് പരമപ്രാധാന്യം അർഹിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മളത് വിസ്മരിച്ചാണ് ജീവിക്കുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അംഗം സൂര്യനാണ്. ഭൂമിയിൽ നിന്നും 93 ദശലക്ഷം മൈലുകൾക്ക് അകലെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലേക്ക് എത്താൻ 8 മിനിറ്റ് സമയമെടുക്കും. അറിയാമോ, സൂര്യന്റെ അന്തർഭാഗത്ത് 13 ലക്ഷത്തിലധികം ഭൂമികളെ ഉൾക്കൊള്ളിക്കാനുള്ള വലിപ്പമുണ്ട്. സൂര്യന്റെ ഉള്ളിലാണ് സൗരോർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 15 മിനിറ്റ് കൂടുമ്പോൾ സൂര്യൻ ഭൂമിക്ക് 1 വർഷം മുഴുവനും ആവശ്യമുള്ള അത്രയും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. കാലാവസ്ഥാ ക്രമങ്ങൾക്ക് കാരണവും സൗരോർജമാണ്. സൂര്യൻ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും വെളിച്ചവും ചൂടും ഊർജവും പ്രദാനം ചെയ്യുന്നു. മനുഷ്യനെ അറിയാവുന്നതിൽ വെച്ച് പുനരുൽപാദനീയ ഊർജത്തിന്റെ ഏറ്റവും അക്ഷയമായ ഉറവിടമാണ് സൂര്യൻ. എന്നോട് മത്സരിക്കുകയാണല്ലേ? എന്നെ തോൽപ്പിക്കാൻ തന്നെയാണോ നിന്റെ ഉദ്ദേശം? ടീച്ചറും മുത്തശ്ശിയൊക്കെ പറയുന്നത് അങ്കിൾ വലിയ പുള്ളിയാണെന്നാ. പക്ഷെ അതിന്റെ അഹങ്കാരമൊന്നും കാണാനില്ല. ഞാൻ അഹങ്കാരം കാട്ടിയാലേ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? എന്റെ കണ്ണൊന്ന് ചുമന്നാൽ ഈ ഭൂമി ആകെ കത്തിച്ചാമ്പലാകും. പക്ഷേ ഞാൻ ഭൂമിയെ എന്നും സംരക്ഷിച്ചു പോരുന്നേയുള്ളൂ. ചൂടും വെളിച്ചവും നിങ്ങൾക്ക് തരുന്നത് ഞാനാണ്. പക്ഷേ നിങ്ങൾ എന്നെക്കുറിച്ച് ഓർക്കാറുണ്ടോ? സ്വയം കത്തിയെരിഞ്ഞ് ഓരോ നിമിഷവും ഞാൻ ഭൂമിയിലേക്ക് പകർന്നു തരുന്ന ഊർജത്തിൻ്റെ വെറും 1% മാത്രമാണ് നിങ്ങൾ വൈദ്യുതിയായി ഉപയോഗിക്കുന്നത്. എത്ര വേദനാജനകമായ അവസ്ഥ! നിങ്ങൾ കരുതുന്നത് ഞാൻ എന്നും ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുമെന്നാണ്. എന്നാൽ ഒരു നാൾ ഞാൻ റജി മാത്യു, ഊർജ സംരക്ഷണ പ്രവർത്തകനാണ്. ജീവൻ്റെ ജീവനായ ഊർജത്തെക്കുറിച്ചും ഊർജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയിക്കുവാനുമാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്താണ് ഊർജം? എന്തിനാണ് ഊർജം? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. അതെ. എവിടെന്നാണ് ഊർജം? ഭൂമിയിലെ ഏറ്റവും വലിയ ഊർജ സ്രോതസ് ഏതാണ്? സൂര്യൻ. ആ, ശരിയാണ്. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ ഊർജത്തിൻ്റെയും ഉറവിടം സൂര്യനാണ്, അല്ലേ? നമുക്ക് കിട്ടുന്ന ആഹാരം പോലും ഊർജത്തിൽ നിന്നാണ്. ആ ഊർജം എവിടെ നിന്നുണ്ടാകുന്നു? സൂര്യനിൽ നിന്ന്. പ്രധാനമായും 2 ഊർജ സ്രോതസ്സുകളുണ്ട്, ചൂടും വെളിച്ചവും. ചൂടും വെളിച്ചവുമാണ് കാറ്റിനും മഴയ്ക്കും കാരണം. മനസ്സിലായല്ലോ? ഇന്നലെ വരെ നമ്മൾ ജീവിച്ചിരുന്നത് ഇലക്ട്രോണിക്സ് യുഗത്തിലാണെങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഫോട്ടോണിക്സ് യുഗത്തിലാണ്. പ്രകാശവേഗതയ്ക്കൊപ്പമാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഊർജത്തെ നമ്മൾ ഏറ്റവും ആധുനികമായി ഉപയോഗിക്കുന്നത് പ്രകാശത്തിലൂടെയാണ്. നമ്മുടെ പുരോഗതിയുടെ അടിസ്ഥാനം ഊർജത്തിൻ്റെ ഇത്തരം വിനിയോഗങ്ങളിലാണ്. അതുകൊണ്ടാണ് 2015 അന്താരാഷ്ട്ര പ്രകാശ വർഷമായി നമ്മൾ ആചരിച്ചത്. പരമ്പരാഗത ശീലങ്ങളിലൂടെയാണ് ഇതുവരെ ഊർജ വിനിയോഗം നടത്തിക്കൊണ്ടിരുന്നത്. അത് ഏതൊക്കെ വിധത്തിലാണെന്ന് പറയാമോ? യെസ്, വിറകിൽ നിന്നും മണ്ണെണ്ണയിലേക്കും തുടർന്ന് ഗ്യാസിലേക്കും വൈദ്യുതിയിലേക്കും നമ്മളെത്തി. ഇപ്പോഴിതാ 5ാമത്തെ ഇന്ധനവും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതെന്താണെന്ന് പറയാമോ? ഊർജക്ഷമതയാണ് 5ാമത്തെ ഇന്ധനം. ഈ ആശയം യശസ്വരീയനായ മുൻ രാഷ്ട്രപതി
ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെതാണ്. അപ്പോൾ നമുക്കെങ്ങനെയാണ് ഊർജ്ജക്ഷമത കൈവരിക്കാൻ കഴിയുക? നല്ല ചോദ്യം. അതിന് നമ്മൾ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കണം. പ്രകൃതിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കണം. അത് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇന്നിവിടെ കൂടിയിരിക്കുന്നത് സ്മാർട്ട് എനർജി പ്രോഗ്രാമിന്റെ ഭാഗമായി നമ്മുടെ എനർജി ക്ലബ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ ഓരോരുത്തരും അതിൽ എനർജി മാനേജർമാരാകണം. എനർജി മാനേജറോ? അതെന്താ സാർ? നിങ്ങളുടെ വീട്ടിൽ എനർജിയുമായി ബന്ധപ്പെട്ടത് എന്തും ഇനി നിങ്ങളാണ് നിയന്ത്രിക്കേണ്ടത്. ഉദാഹരണമായി വൈദ്യുതി, ജലവിനിയോഗം, ഗ്യാസ്, വാഹന ഇന്ധനം എന്നിവ സൂക്ഷിച്ചുപയോഗിക്കാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കേണ്ടത് നിങ്ങളാണ്. ഊർജം പാഴായി പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സ്വപ്നമായിരുന്ന ഊർജ്ജക്ഷമത നടപ്പിൽ വരുത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇന്നേ തുടങ്ങാം നാളേക്കായി ഊർജ സംരക്ഷണം, ജീവസംരക്ഷണം. ഈ സ്വപ്നം നമ്മൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ അടുത്തുണ്ടായ ചെന്നൈയിലെ ദുർഗതി നമുക്കുമുണ്ടാവാം. അമ്മേ, അച്ഛാ ഒരു മിനിറ്റ്. ഇനി ഫിലമെന്റ് ബൾബ് വേണ്ട, LED മതി. എന്തിനാ അമ്മേ ഈ വെള്ളം വെറുതെ കളയുന്നേ? ഇതല്ല അച്ഛാ, 5 സ്റ്റാറാ വേണ്ടത്. സർ ഇത് കൊള്ളാം, ഇത് 5 സ്റ്റാർ ആണ് സർ. എന്നാ ഇത് തന്നെ ആയിക്കോട്ടെ. നീ എനിക്ക് മീശയൊക്കെ വരച്ച് സുന്ദരനാക്കിയല്ലേ? അങ്കിളിനെ കണ്ട ഇപ്പൊ ഒരു വില്ലൻ ലുക്ക് ഉണ്ട്. ആ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ആ ഇമേജ് മാറ്റണ്ട. അതെന്താ? എനിക്കിന്ന് സന്തോഷമുള്ള ദിവസമാണ്. നീയും കൂട്ടുകാരും എന്നെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ തീരുമാനമെടുത്തില്ലേ? ഈ മാറ്റം ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഭൂമിയിലെ എല്ലാ ഇന്ധനങ്ങളുടെയും ഉറവിടം ഞാനാണ്. ആഹാരത്തിന് പകരം എൻ്റെ പ്രകാശം ഭക്ഷണമാക്കിയിരുന്ന എത്രയോ ഋഷിമാർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ ശാസ്ത്ര പുരോഗതി ഇത്രയേറെ വളർന്നിട്ടും എന്നെ വേണ്ട വിധത്തിൽ ഇന്നും ഉപയോഗിക്കുന്നില്ല. ഭൂമിയിൽ ശരാശരി ഉപയോഗിക്കുന്ന മൊത്തം ഊർജത്തിൻ്റെ 10,000 മടങ്ങ് എന്നിൽ നിന്ന് ഓരോ നിമിഷവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗവും പാഴാക്കിക്കളയുകയല്ലേ ചെയ്യുന്നത്? എൻ്റെ പ്രകാശത്തിൽ നിന്ന് മാത്രമല്ല, കാറ്റ്, തിരമാല, ജലം എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം നിയന്ത്രിച്ചുപയോഗിച്ചുകൊണ്ട് ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയും കരുതേണ്ടതുണ്ട്. അതിന് നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ വലിയൊരു തുടക്കമാകട്ടെ. അഭിനന്ദനങ്ങൾ. ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെയേറെ നിങ്ങൾ മുന്നോട്ട് പോയി. നിങ്ങളുടെ വീടുകളിൽ ഊർജ ഉപഭോഗം നിങ്ങൾ സമർത്ഥമായി നടപ്പിലാക്കി. ഇനി ഈ ഗ്രാമത്തിലെ മാത്രമല്ല, നഗരത്തിലെ വീടുകളിലും നിങ്ങൾ ചെന്നെത്തണം. ഊർജ ഉപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകണം. എല്ലാ വീടുകളിലും നൽകണം. അതാണ് നിങ്ങളുടെ ദൗത്യം. വലിയൊരു ഉത്തരവാദിത്വമാണ് റജി മാത്യു സാർ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. വീടുകളിൽ പോയി ബോധവൽക്കരണം നടത്തുന്നത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? എന്തുകൊണ്ട് കഴിയില്ല? നമ്മുടെ പാരന്റ്സിനെ നമ്മൾ മാറ്റിയെടുത്തില്ലേ? പക്ഷേ മറ്റു വീടുകളിൽ അത് നടക്കണമെന്നില്ല. നമ്മൾ പറഞ്ഞെന്ന് കരുതി അവരുടെ ശീലങ്ങൾ മാറുമെന്ന് തോന്നുന്നില്ല. എന്റെ വീട്ടിൽ 1 കവർ പാല് വെക്കാൻ വേണ്ടി മാത്രമാണ് രാത്രി മുഴുവൻ ഫ്രിഡ്ജ് ഓൺ ആക്കിയിരുന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടെന്നോ ഞാൻ എന്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയത്. കേട്ടില്ലേ ശാലിനി, നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ നടത്താവുന്ന കാര്യമേ ഉള്ളൂ. ഇനി ഈ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്മൾ ഈ പദ്ധതി ഏറ്റെടുത്ത് വിജയകരമാക്കും. ഈ കുഞ്ഞുങ്ങളുടെ ഉണർവും ആവേശവും കണ്ടില്ലേ? എത്ര പെട്ടെന്നാണ് ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി അവർ മുന്നിട്ടിറങ്ങിയത്. ഞങ്ങൾ പുന്നമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എനർജി ക്ലബ് മെമ്പേഴ്സാണ്. വൈദ്യുതി പാഴാക്കുന്നത് തടയലാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓ, അത് ശരി. വരൂ. എന്തിനാ എന്റെ ഇത്രയും ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത്? ഈ ജനാലകളൊക്കെ തുറന്നിട്ടൂടെ? നല്ല പ്രകാശം ലഭിക്കും. ലാഭിച്ചൂടെ? വാ, നമുക്ക് നോക്കാം.
കണ്ടില്ലേ ആന്റി, ഇപ്പൊ എത്ര നല്ല വെളിച്ചമാ കിട്ടുന്നേ. ഇനി ആന്റി ആയിരിക്കണം ഈ വീട്ടിലെ എനർജി മാനേജർ. ശരിയാണ് മോളെ, ഞാനിതുവരെ ഇക്കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല. ഇതൊരു പുതിയ അറിവാ നിങ്ങൾ തന്നത്. ആ സേതുലക്ഷ്മി. ആ വന്നല്ലോ. ഇന്ന് സിറ്റിയിലേക്കാ പോകേണ്ടത്, ഒന്ന് വേഗം വന്നേ. ഹലോ അങ്കിൾ, ഞങ്ങൾ എനർജി ക്ലബിലെ മെമ്പേഴ്സാ. അങ്കിൾ, ഈ വീട്ടിൽ സൗരോർജ്ജ വിളക്കുണ്ടോ? ഇല്ലല്ലോ മോളെ. അങ്കിളെ, ഒരു മുറിയിലെങ്കിലും സൗരോർജ്ജ വിളക്ക് സ്ഥാപിക്കണം. അതിലൂടെ നമുക്ക് വൈദ്യുതി ലാഭിക്കാം, പിന്നെ സാമ്പത്തിക ലാഭവും ഉണ്ടാക്കാം. അതിനൊരുപാട് കാശാവില്ല മോളെ. ആദ്യത്തെ മുതൽ മുടക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ബില്ല് പകുതിയാവും അങ്കിൾ. 100% ശരിയാ മോള് പറഞ്ഞത്. പക്ഷേ ഞാനിതെന്താ നേരത്തെ ആലോചിക്കാത്തത്? അമ്മൂമ്മേ, ആരാ? ഞങ്ങൾ എനർജി ക്ലബിലെ കുട്ടികളാണ്. എനർജി പാഴായി പോകുന്നത് തടയലാണ് ഞങ്ങളുടെ ലക്ഷ്യം. മോളെ ഇങ്ങോട്ടൊന്ന് വാ, ഇവിടെ കുറച്ച് കുട്ടികൾ വന്നിരിക്കുന്നു. ഈ പച്ചക്കറിയുടെ വേസ്റ്റ് അമ്മൂമ്മ എവിടെ കളയുന്നത്? ഇതോ, ഇത് ഈ പറമ്പിൽ എവിടെയെങ്കിലും കളയും. ഈ വേസ്റ്റ് ഒക്കെ പറമ്പിൽ കളയാതെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ച് ഗ്യാസിന് പകരം ഉപയോഗിക്കാമല്ലോ. ഇത് ഇത്തിരിയല്ലേ ഉള്ളൂ മോളെ, ഇതുകൊണ്ട് എന്താവാനാ? ഇത് മാത്രമല്ല, ഭക്ഷണത്തിന്റെ വേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. മീനിന്റെ ഇറച്ചിയുടെ ഒക്കെ വേസ്റ്റ് ഇടാവോ മോളെ? ചീഞ്ഞു പോകുന്നത് എന്തോ അതിനകത്തിടാ ആന്റി. വളരെ സിമ്പിൾ ആയിട്ട് പാചകവാതവും ഉണ്ടാക്കാം. ഓ അത് ശരി. അപ്പൊ നമുക്കൊരെണ്ണം വാങ്ങാം അല്ലേ അമ്മേ? അതെ മോളെ. താങ്ക് യു ആന്റി. ശരി മോളെ. വിരലുകൾക്കിടയിലൂടെ ഓരോ നിമിഷവും കടന്നു പോകുന്ന സൗരോർജ്ജത്തിന് എൻ്റെ വീട്ടിൽ 1 വർഷം ആവശ്യമായ വൈദ്യുതി നൽകാനാകും. വരാനിരിക്കുന്ന കാലം ഇനി സൗരോർജ്ജത്തിൻ്റെതാകണം. ആ വഴികളിലൂടെ ആവണം ഇനിയുള്ള നമ്മുടെ യാത്രകൾ. സേതുലക്ഷ്മി, സൂര്യനെ നോക്കി നിൽക്കാതെ വേഗം വാ. നമ്മുടെ എനർജി ക്ലബിലെ അംഗങ്ങൾക്ക് അവാർഡ് വിതരണത്തിനായി ഇവിടെ എത്തിച്ചേർന്ന നടനും സംവിധായകനും നിർമ്മാതാവുമായ പത്മശ്രീ മധുസാറിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അനാവശ്യമായി ഊർജം നഷ്ടമാക്കുന്ന പ്രവണതയിൽ നിന്നും ആവശ്യത്തിനു മാത്രം ഊർജം ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തെ പൊതുജനങ്ങൾക്കിടയിൽ ഈ കുട്ടികളിലൂടെ എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് വീടുകളിൽ ചെന്ന് ബോധവൽക്കരണം നടത്തണമെന്ന് ഞാൻ പറഞ്ഞത്? കേരളത്തിൽ 51% വൈദ്യുതി ഉപഭോഗവും വീടുകളിലാണ്. ഒരു ദിവസം ശരാശരി 3400 മെഗാവാട്ട് വൈദ്യുതിയാണ് നമുക്ക് ആവശ്യം. വൈദ്യുതിയുടെ ദുരുപയോഗം തടഞ്ഞാൽ 400 മെഗാവാട്ട് വൈദ്യുതി വരെ നമുക്ക് ലാഭിക്കാം. അതായത് 5600 കോടിയിലധികം രൂപ നമുക്ക് ലാഭിക്കാം. ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ അത് സംരക്ഷിക്കുന്നതാണ് ആദായകരം. നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. ഓരോ കുട്ടിയും സ്വന്തം ഉത്തരവാദിത്തമായി ഇത് ഏറ്റെടുക്കണം. നിയന്ത്രിതമായ ഊർജ്ജ ഉപയോഗം നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ തന്നെ ഭാഗമാകണം. നമ്മുടെ എനർജി ക്ലബിൻ്റെ വിജയത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച കുട്ടികൾക്ക് സമ്മാനദാനം നിർവഹിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ മധുസാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സർ.
രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ മധുസാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജീവിതത്തിൽ ഒരുപാട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവനാണ് ഞാൻ. ആദ്യമായാണ് പൂക്കൾക്ക് പകരം LED ബൾബ് നൽകി എന്നെ സ്വീകരിക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികൾ നൽകിയ ഈ സമ്മാനത്തിന് ഒത്തിരി വ്യാപ്തിയുണ്ട്. അർത്ഥവത്തായ ഒരു ചടങ്ങിലാണ് ഞാൻ പങ്കെടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ HM എന്നോട് പറഞ്ഞു, നമ്മുടെ എനർജി ക്ലബിലെ കുട്ടികൾ സൈക്കിൾ ചവിട്ടി വീടുകൾ തോറും കയറി ചെന്ന് ഊർജ്ജ സംരക്ഷണത്തിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തിയെന്ന്. നഗരത്തിലെ വീടുകളിൽ വരെ സൈക്കിളിൽ യാത്ര ചെയ്ത് അവരുടെ ലക്ഷ്യം സാധിക്കുന്നതിന് അവർ നടത്തിയ പരിശ്രമങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഊർജം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് ഈ കുട്ടികൾ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് നമ്മളെല്ലാവരും നല്ല പ്രോത്സാഹനങ്ങൾ നൽകി സ്വീകരിക്കണം. കുടിവെള്ളത്തിന് വേണ്ടി മനുഷ്യർ പോരാടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അവസ്ഥ എങ്ങനെയുണ്ടായി? നമ്മുടെ കൈക്കുമ്പിളിലേക്ക് യഥേഷ്ടം ഒഴുകിയെത്തിയിരുന്ന ശുദ്ധജലം, പുഴകൾ, അരുവികൾ, തടാകങ്ങൾ, കിണറുകൾ, അങ്ങനെ എത്ര ജലസ്രോതസ്സുകൾ നമുക്കുണ്ടായിരുന്നു. തലമുറകൾ എത്ര കഴിഞ്ഞാലും ഇവിടുത്തെ നീരുറവകൾ ഒരിക്കലും വറ്റില്ലെന്നായിരുന്നു നമ്മുടെ വിശ്വാസം. പക്ഷേ നമുക്കതെല്ലാം നഷ്ടമായി. ഇത് ജലത്തിൻ്റെ കാര്യം മാത്രമല്ല, ജീവശ്വാസത്തിന് വരെ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ നമുക്കുണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രകൃതിയിൽ നിന്നും സൂര്യനിൽ നിന്നും കിട്ടുന്ന ഊർജ സ്രോതസ്സുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ദുർഗതി നാം ഇനിയും തുടരണം. ഒരു നാൾ പെട്രോളോ കൽക്കരിയോ വൈദ്യുതിയോ ഗ്യാസോ ഇല്ലാതെ വന്നാൽ നിസ്സഹായരായി പോകുന്ന ഒരു തലമുറ നമുക്കിനി ഉണ്ടാകരുത്. സേതുലക്ഷ്മി, ഒരുപാട് കാര്യങ്ങൾ നീ എന്നിൽ നിന്നറിഞ്ഞല്ലോ. ഇനി എന്താ നിനക്കറിയേണ്ടത്? അങ്കിൾ, ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. അങ്കിൾ മരിക്കുമോ? നല്ല ചോദ്യം. ആരും ചോദിക്കാത്ത ചോദ്യം. മോളെങ്കിലും അത് ചോദിച്ചല്ലോ. തുടക്കമുള്ള ഏതിനും ഒരവസാനവുമുണ്ട്. അതാണ് പ്രകൃതി നിയമം. ഈ പ്രപഞ്ചത്തിൽ എനിക്ക് മുൻപേ ജീവിച്ചു മരിച്ച കോടാനുകോടി നക്ഷത്രങ്ങളെപ്പോലെ എൻ്റെ തേജോമയമായ ജീവിതവും ഒരു നാൾ അവസാനിക്കും. ഞാനും ഒരു മങ്ങിയ ഗോളമായി മാറും. പക്ഷേ മോള് പേടിക്കണ്ട, ഇനിയും ഒരുപാട് കാലം എനിക്കിതുപോലെ ജ്വലിക്കാനാകും. അതിനുള്ള ഇന്ധനം എൻ്റെ ഉള്ളിലുണ്ട്. അതൊരു ദീർഘമായ കാലം തന്നെയല്ലേ? അതുവരെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ കാണും. അസ്തമിച്ചാലും എനിക്കുദിച്ചേ പറ്റൂ.